അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ഹോട്ട് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് L365 ഡോണോസ്റ്റിന്റെ പടം. ലാലേട്ടൻ വർഷങ്ങൾക്ക് ശേഷം പോലീസ് വേഷത്തിൽ വരുന്ന സിനിമ. വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് L365 ഷൂട്ട് നവംബറിൽ തുടങ്ങുന്നതാണ് അപ്ഡേറ്റ്. പോലീസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അയക്കുന്ന മുമ്പ് പറഞ്ഞിട്ട് ത്രില്ലറാണ്. പിന്നെ സിനിമയുടെ ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, പറയാൻ സൗകര്യം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം കൂടി, തൊടുപുഴയിലാണ് ഷൂട്ട്. സെപ്റ്റംബറിൽ നമ്മളെ ലുക്കിന്റെ കാര്യം പറയുമ്പോ ജയിലർ 2 കാര്യം എടുത്ത് പറയണം. കാരണം അവർ പെട്ടെന്ന് ഷൂട്ട് തീർക്കണം. കാരണം ഈ സിനിമയിൽ ഒരുപക്ഷെ പുള്ളിക്കാരൻ കംപ്ലീറ്റ് താടി ഇപ്പൊ ഓൾറെഡി കംപ്ലീറ്റ് ട്രിം ചെയ്തിട്ടുണ്ട്. ഈ സിനിമ അതെ ഈ സിനിമയ്ക്ക് വേണ്ടി കംപ്ലീറ്റ് താടി എടുക്കുന്ന കേട്ടത്. അടുത്ത അപ്ഡേറ്റ് NBK, നന്ദമുരി ബാലകൃഷ്ണന്റെ, നമ്മുടെ ബാലയുടെ പുതിയ സിനിമയുടെ അദ്ദേഹം ഗോപിചന്ദ് മലിനായിട്ട് പുതിയ സിനിമ, അതായത് NBK 111 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സിനിമ ഗോപിചന്ദ് മലിനയുടെ ഇപ്പൊ ചാർട്ട് ലാസ്റ്റ് വന്നു. അതിന്റെ മുമ്പ് ബാലകൃഷ്ണനൊപ്പം തന്നെ വീരസിംഹ റെഡ്ഡി. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട സിനിമ ക്രാക്കാണ്. അത് ഫിലിം ഭയങ്കര ഈ ജാട്ടിന്റെ ഒക്കെ കേസ് പറയുമ്പോ ഒരുപാട് പേര് കളിയാക്കിയിരുന്ന സിനിമയാണ്. പക്ഷേ അതൊരു ആക്ഷൻ സിനിമയാണ് അത് മനസ്സിലാക്കാണ്ട് കണ്ടിട്ട് നമ്മള് ചില ഫിലിം കമേഴ്ഷ്യൽ ഫിലിംസിൽ പൊതുവെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതെ എന്താന്ന് വെച്ചാൽ നമ്മൾ അത്രമേൽ ആക്ഷൻ അത്രയ്ക്ക് ആസ്വദിക്കാൻ പോകുമ്പോൾ വന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചൊക്കെ പറയുമ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്ന ആൾക്കാർ എല്ലാവരും സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഇതിന്റെ ആവശ്യമില്ല. അതെ അപ്പൊ അടുത്ത് നോക്കുമ്പോൾ ബബ്ബയുടെ കംപ്ലീറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ ഇനിയിപ്പോ സിനിമയുടെ റിലീസ് ഡേറ്റ് കൂടെ അറിഞ്ഞാൽ മതി. എന്തായാലും എപ്പോഴാണ് എന്നുള്ളതുണ്ട്. മിക്കൊരു വർഷം തന്നെ ആയിരിക്കും. അതൊരു ഭയങ്കര റിലീസിംഗ് ആയിരിക്കും. ദീപിന്റെ കരിയറിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിലിം. ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെ, ലാലേട്ടൻ, സാന്റി മാസ്റ്ററൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ. അടുത്ത നമ്മുടെ സൂര്യ 47 സിനിമ അങ്ങനെ ദിനം പ്രതി കഴിയുന്തോറും ഓരോരുത്തർ വന്നിട്ട് എന്താ പറയാ, അപ്പൊ നമ്മുടെ ഉണ്ണിപ്പാലോടായിരുന്നു സിനിമയുടെ DOP. ഇപ്പൊ നമ്മളെന്താ പറയാ, സുഷിൻ മഷർ ഹംസാണ് കോസ്റ്റ്യൂം ചെയ്യുന്നത്. ഒക്കെ മലയാളികളാണ്. അപ്പൊ സിനിമയുടെ ഭയങ്കരമായിട്ടൊന്ന് അപ്ഡേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യ 46, അതായത് നമ്മുടെ വെങ്കയ്യയുടെ പടം, ആ സിനിമ സെപ്റ്റംബർ നവംബർ ആകുമ്പോൾ ഷൂട്ട് കംപ്ലീറ്റ് ആവും. ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പുള്ളി സിനിമയിൽ ജോയിൻ ചെയ്യുന്നതാണ്. സിനിമയുടെ പ്ലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായി തോന്നി. പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു പോലീസ് ഓഫീസർ, റഫായിട്ടുള്ള ആള്, പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി കേരളത്തേക്ക് വന്നിട്ട് ഇവിടെ ഒരു വള്ളി പിടിക്കുന്ന തരത്തിലാണ് പറഞ്ഞൊരു സംഗതി. അതപ്പോ സജിൻ ഗോപൊക്കെ ഇപ്പൊ ക്യാമ്പസിൽ ഉണ്ടെന്ന് പറയുമ്പോ നമുക്കതൊരു മലയാളം തമിഴിലുള്ള കലർന്നിട്ട് നമുക്കതൊരു. പിന്നെ സൂര്യയുടെ 2D തന്നെയാണ് സംഭവം പ്രൊഡ്യൂസ് 2D, അതുപോലെ തന്നെ സ്റ്റുഡിയോ ഗ്രീൻ ഉണ്ടാവുന്ന കേൾക്കുന്നത്. അതിപ്പോ ഒരു പ്രോമിസിംഗ് പ്രൊജക്ട് ആണ്. അതെ പുള്ളിയുടെ ഇനിയിപ്പോ വരാൻ പോകുന്ന 46ഉം 47ഉം ഭയങ്കരമായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ്. ഇനി അടുത്തത് NTR പ്രശാന്ത് നീൽ പടം. അതെ, സെപ്റ്റംബർ 1 സെക്കൻഡ് ഷെഡ്യൂൾ. ഇനി NTR പ്രശാന്ത് നീൽ പടം എന്ന് പറയണമെന്നില്ല. രാജവട്ടം വന്നപ്പോ അത് പൊളിച്ചല്ലോ. ഡ്രാഗൺ ഇനി മാറ്റുന്നില്ലാണ്ട്. അപ്പൊ ആ സിനിമയുടെ ഇപ്പൊ ഈ ഇതില് എല്ലാവരും ടൈറ്റിലൊക്കെ പറഞ്ഞു. അപ്പോ ജെയിംസ് കാമറ ഒന്ന് അഭിമുഖം കൊടുക്കായിരുന്നു SSMBയുടെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി. അതിപ്പോ അതിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്യണം. ലോങ് ഷെഡ്യൂൾ ആണ്, ഒരു 100 ദിവസം. മലയാളികൾക്കും അതായത് നമ്മള് ടോവിനോ, ബിജുമേനോ ഉൾപ്പെടെയുള്ള ആൾക്കാർ സിനിമയിലുണ്ട്. വീണ്ടും അദ്ദേഹം തന്നെ അത് കൺഫേം ചെയ്ത കാര്യം. അപ്പൊ ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് ഇനി വരാൻ പോകുന്നത്. അത് ഇനി KGF സലാറ പോലെ എന്ത് വേൾഡാണ് അദ്ദേഹം ബിൽഡ് ചെയ്യാൻ പോണെന്നുള്ളൊരു ഇതുണ്ട്, ആകാംക്ഷ ഉണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജയിലർ 2 അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ SJ സൂര്യ അതില് കാസ്റ്റിലുള്ളത് ഭയങ്കര. സത്യം പറഞ്ഞ സിനിമയുടെ കാസ്റ്റ് ആലോചിക്കുമ്പോ സിനിമ എങ്ങോട്ടോ പോയിട്ടുണ്ട്. കാരണം അത്രമേൽ സ്റ്റാർ കാസ്റ്റ് സിനിമയിലുള്ളത്. ജയിലർ 1 സംബന്ധിച്ചിടത്തോളം മൾട്ടി സ്റ്റാർ തരത്തിലേക്ക്, അതായത് ഓരോ ഭാഷയത്തും വലിയ വലിയ ആൾക്കാരെ വന്ന് അഭിനയിച്ചെങ്കിലും വില്ലൻ ഇമ്പോർട്ടന്റ് ആണ്. വിനായകൻ. അതേപോലെ ഇതിലൊരു വില്ലൻ ആവശ്യമാണ്. ചിലപ്പോ നെഗറ്റീവ് റോളാണ് SJ സൂര്യ ചെയ്യണമെങ്കിൽ SJ സൂര്യയുടെ നമുക്ക് അറിയാലോ. അവന് സുരാജിന്റെ ലുക്ക് കണ്ടിട്ട് ഞാൻ കുറച്ചു നേരം ഭീകരം അങ്ങനെ ലുക്ക് നമ്മൾ ആദ്യമായിട്ട് കാണണം കേട്ടോ പുള്ളി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ടേഴ്സ് അങ്ങോട്ട് പോകുന്നു ഭീകരമായിട്ട് കലക്കണം. ഇപ്പൊ ലാസ്റ്റ് സൗബിൻ ഷായർ. ഇപ്പൊ നമ്മുടെ വീരധീരസൂരനിലും സുരാജ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സിനിമയുടെ കാസ്റ്റ് നമുക്ക് തന്നെ സിനിമയെ പറ്റി അപ്ഡേറ്റ് പറഞ്ഞു നമ്മളെല്ലാത്തിനും പറയുന്നുണ്ട് ജയിലറിനെ പറ്റിയിട്ട്. അപ്പൊ സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ചെന്നൈയിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും.
ഇനി അടുത്ത ബൾട്ടിയുടെ സെപ്റ്റംബറിലാണ് റിലീസ് വരുന്നത്. ഓണത്തിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവർ ഓണത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. സെപ്റ്റംബറിൽ വരിക എന്ന് പറയുന്നത് കരത്തിന്റെ കൂടെ ക്ലാഷ് ആയിട്ടാണ് വരുന്നത്. വിനീത് ശ്രീനിവാസൻ ഫ്രം ദ ഡയറക്ടർ ഓഫ് തിരാനെ വെച്ചിട്ട് കൊടുത്ത ഒരു അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ കഴിയില്ലെന്ന് പലരും ഇവിടെ വന്നിട്ട് കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ ട്രെയിലർ കണ്ടത്, ആക്ഷൻ സീൻസ് കണ്ടിട്ട് ഞങ്ങൾ തന്നെ ഫസ്റ്റ് അന്തം കിട്ടും. അല്ല, ആക്ച്വലി അദ്ദേഹം തീരെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെ. കുറെ സിനിമകൾ അതൊരു കണ്ടിട്ടില്ല. ഇപ്പൊ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ജേക്കബിന്റെ കാര്യം പറയുമ്പോൾ അതൊരു ടിപ്പിക്കലി വിനീത് ശ്രീനിവാസൻ പടം അല്ല. അതൊരു ഫണ്ണുള്ള സിനിമ ഒന്നല്ല. പക്ഷെ എല്ലാരും ഈ അവസാനം വന്നൊരു എന്താ പറയാ വർഷങ്ങൾക്ക് ശേഷം കാരണം പുള്ളിനെ അങ്ങോട്ട് കളിയാക്കുന്നുണ്ട് എല്ലാരും. പാസം പടം എന്നൊക്കെ. അതിന്റെ അടിയിൽ തന്നെ കരത്തിന്റെ ട്രെയിലറിന്റെ അടിയിൽ തന്നെ ചെന്നൈ വിട്ടപ്പോ ഒരു മെന വന്നിട്ടുണ്ട് എന്നൊക്കെ കമന്റ്. അല്ല, അത് സിനിമ ആക്ച്വലി അദ്ദേഹം തിരക്ക് ശേഷം ജിത്ത് ജോസഫിന് സ്ക്രിപ്റ്റിൽ മമ്മൂക്കനെ വെച്ചിട്ടൊരു പടം ചെയ്യാൻ നിന്നിരുന്നതാണ്. പക്ഷെ തീരയുടെ പരാജയം കാരണം പുള്ളി പിന്നെ അങ്ങനത്തെ സിനിമകൾ ചെയ്യാണ്ടിരുന്നത്. സിനിമകൾ ചെയ്യാൻ അതെ, ഭയങ്കര അദ്ദേഹത്തിന്. പക്ഷെ ഇത് അദ്ദേഹത്തിന് ഒരു ഫാൻ ബേസ്. അതെ ഇപ്പോഴും. അല്ല, ഇപ്പൊ പൊതുവെ ചില സന്ദർഭങ്ങളിൽ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമനെ തിരിഞ്ഞു നോക്കാതിരിക്കും, പിന്നീട് അതിനൊരു കൾട്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് തല പൊക്കി നടക്കുകയും ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ എന്തായാലും പുള്ളിയുടെ ഈഗോമോ തൊട്ടു. ഇനി അടുത്ത് ആശാൻ അത് എടുത്ത് പറയണം. കരത്തിത്തെ പലരും നോബൽ ബാബു തോമസിനെ വരെ അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ ഇവാനാശാനെ അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഫുട്ബോളിന് അവരൊരു തോക്ക് കൊടുത്തിട്ടുണ്ട് ശ്രീനിവാസൻ. അതെ, എന്റെ ഒരു ഫ്രണ്ടാണ് എനിക്കത് കാണിച്ചത്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, മനസ്സിലായില്ല. അതെ പെട്ടെന്ന് മനസ്സിലായില്ല. അതെ, കുറെ ഇംഗ്ലീഷ്. ഒരു പോസ്റ്റർ വന്നപ്പോഴാണ് ഇത് അദ്ദേഹമാണെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പൊ അടുത്ത നമ്മളെ ഫാർമ, നമ്മുടെ നിവിൻ പോളി ലീഡായിട്ട് വരുന്ന സീരീസ്, നമ്മുടെ അജിയോ ഹോട്ട്സ്റ്റാറിന്റെ സീരീസ്. അരുൺ ഫൈനൽസിന്റെ ഡയറക്ടർ. നല്ലൊരു സിനിമയായിരുന്നു അത്. ഡയറക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ കാര്യം പറയുമ്പോ അവര് ഇറക്കി വിട്ട സീരീസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. നമ്മുടെ KCF ഫസ്റ്റ് സെക്കൻഡ് സീസൺ, അതുപോലെ തന്നെ 1000 ബേബീസ് എടുത്ത് പറയാണ്ടാണ്. ഇതും അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മൾ കുറെ 1000 ബേബീസിന്റെ കാര്യത്തിൽ ചിലപ്പോൾ രണ്ട് അഭിപ്രായം. അതെ. പക്ഷെ KCF-ന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് സെക്കൻഡ് സീസണിന്റെ കാര്യത്തിൽ. മറ്റെന്താ പറയാ, ഇപ്പോ ഫാർമയുടെ കാര്യം പറയുമ്പോ അതിലെ കോസ്റ്റാർസ് നരയൻ, ശ്രുതി, നമ്മളെ പ്രേതത്വത്തെ ശ്രുതി രാമചന്ദ്രൻ, അപ്പോൾ ഉൾപ്പെടെ രജിത് കപൂർ, ആക്ടർ രജിത് കപൂർ അഭിനയിക്കുന്നുണ്ട്. പിന്നെ സിനിമയുടെ ക്രൂ ജെയ്ക്സ് ആണ് മ്യൂസിക്, ജെയ്ക്സ് വിജയ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ അഭിനന്ദൻ രാമചന്ദ്രൻ സിനിമയുടെ. അപ്പൊ നമുക്ക് കിടലിന് ഒരു സീരീസ്, ടെക്നിക്കൽ ക്വാളിറ്റി ഭീകരമായിരിക്കും. എന്താ ഡ്രഗ്സ് മീൻസ് മരുന്ന്, അതായത് മെഡിക്കൽ ഫീൽഡിൽ വരുന്ന അഴിമതി, അനീതി, അങ്ങനെയുള്ള സംഗതികളെ പറ്റിയിട്ടൊക്കെ എന്തായാലും ഭീകരമായിട്ടുള്ള സീരീസ് ആണ് വരാൻ പോകുന്നത്.